നമസ്കാരം ഫുറ്റുകെ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ ഹമാസിനോടുള്ള കരയുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചുവെന്ന നെതന്യാഹുവിന്റെ നാണം കെടുത്തുന്ന വാർത്ത പുറത്ത്. ബുധനാഴ്ച പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ ചികിത്സയിൽ കഴിയുന്ന ഹദാഷ ആശുപത്രിയിലാണ് സംഭവമെന്ന് ഇസ്രായേലി പ്രമുഖ മാധ്യമമായ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന സൈനികരെ സന്ദർശിക്കാൻ നെതന്യാഹു എത്തിയപ്പോഴാണ് സൈനികർ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചത്. പരിക്കേറ്റ 18 സൈനികരിൽ 15 പേരും തങ്ങളുടെ മുറിയിലേക്ക് പ്രധാനമന്ത്രി വരണ്ട എന്ന നിലപാടാണ് എടുത്തത് എന്നാണ് ചാനൽ 13 തങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജെറുസലേമിലാണ് ഞാൻ ഉള്ളതെന്നും ഇവിടെ മാറ്റം പ്രകടമാണ് എന്നും ലിക്വിഡ് പാർട്ടിയുടെ കാലം അവസാനിക്കുകയാണെന്നും ഒരു സൈനികൻ ചാനലിനോട് വെളിപ്പെടുത്തുന്നതും പുറത്തു വന്നിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം നെതന്യാഹുവിനോട് സൈനികർക്കുണ്ട് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം സംഭവം ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചു മുന്നോട്ട് വന്നു. നെതന്യാഹു പരിക്കേറ്റവരുടെ അടുത്തേക്ക് വന്നുവെന്നും അവർ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നുമാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് നെതന്യാഹു പരിക്കേറ്റ സൈനികരോട് വ്യക്തമാക്കിയെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞാഴ്ചയും നെതന്യാഹുവിനെ പരിക്കേറ്റ സൈനികർ കാണാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തെല്ലവീവിലെ ഷേബ മെഡിക്കൽ സെന്ററിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹമാസിന്റെ ആക്രമണത്തിൽ ഇതുവരെ 164 പേർ കൊല്ലപ്പെട്ടതായും 874 പേർക്ക് പരിക്കേറ്റതായും അറിയിച്ചിരുന്നു. ഇതിൽ 329 പേർക്ക് ഗുരുതര പരിക്കാണുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനു ശേഷം ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. കൂടാതെ പരിക്കേറ്റ സൈനികർക്ക് സർക്കാർ മതിയായ പരിചരണം നൽകുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ആശുപത്രി അധികൃതർ നെതന്യാഹുവിനെ വെളുപ്പിക്കാൻ നോക്കിയാലും സാഹചര്യ തെളിവുകൾ നെതന്യാഹുവിന് എതിര് തന്നെയാണ്. തന്റെ സഹപ്രവർത്തകന്റെ മൃതശരീരത്തിനരികിൽ നിന്ന് നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്ന സൈനികന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പകുതിയിലധികം ഇസ്രായേലി സൈനികരും യുദ്ധം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നതാണ് സത്യം. അവർ നിർബന്ധിതരായിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. ഇത് ഒരു അനാവശ്യ യുദ്ധമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി നെതന്യാഹു വിളിച്ചു വരുത്തിയതാണ് ഈ യുദ്ധമെന്ന് ഭൂരിഭാഗം സൈനികരും അവരുടെ കുടുംബവും കണക്കാക്കുന്നു. ഇത്ര കഠിനമായ പ്രതിരോധം ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ സേന നേരിട്ടിട്ടില്ല. ഇത്ര ഭീകരമായ നാശനഷ്ടവും ഇസ്രായേൽ സൈന്യത്തിന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. മാനസിക നില തകർന്ന അവസ്ഥയിലാണ് സൈനികർ. അതിനാൽ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരനായ നെതന്യാഹുവിനോട് അവർ ഇത്തരത്തിൽ പെരുമാറുന്നതും.